ഹായ് ഹലോ ഗായ്സ്, ഞാൻ അലീന ടി എം. ഞാൻ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെക്കൻഡ് ഇയർ മെഡ് സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻ ക്യാമ്പസിന്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഈ വ്ളോഗിൽ നമ്മുടെ ക്യാമ്പസിലെ ഓരോ റൂംസും ക്ലാസ്സസും എങ്ങനെയാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ ഉസ്ബെക്കി സീനിയേഴ്സിന്റെ ഗ്രാജുവേഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കണ്ടാൽ അറിയാം അവരവിടെ ഇന്ന് അവരുടെ ഗ്രാജുവേഷൻ ഡ്രസ്സ് എല്ലാം ഇട്ടിട്ട് അവരവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം കാണാൻ പോകുന്നത് നമ്മുടെ ക്യാമ്പസിന്റെ ഔട്ട്സൈഡ് വ്യൂ ആണ്. നമ്മുടെ ക്യാമ്പസ് എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. ഇതിന്റെ പുറത്തൊക്കെ ഭയങ്കര ഗ്രീനിഷ് ആയിട്ടൊക്കെ അവർ പ്ലാന്റിങ് എല്ലാം വെച്ചിട്ട് ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തേക്കണം. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഹട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനായിട്ട്, നമ്മുടെ ലേഷ്യർ ടൈംസ് വന്ന് സ്പെൻഡ് ആക്കാനും, പിന്നെ നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കാനും കുറച്ച് ഹട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ക്യാമ്പസിൽ തന്നെ സെൻട്രലായിട്ട് ഒരു ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ക്യാമ്പസിന്റെ പുറം ഭാഗം കാണാനായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഇവിടെയാണ് നമ്മുടെ കോളേജിലെ ചെറിയ ചെറിയ ഫിസിക്കൽ ട്രെയിനിങ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടത്താറ്. പിന്നെ വലിയ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇവിടെയാണ് നടന്നത്. ഇപ്പൊ നമുക്ക് 9th ബേസിൽ ഇതിലും വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് 9th ബേസിലാണ് നടത്താറ്. അപ്പൊ കുട്ടികളുടെ ഫിസിക്കൽ ട്രെയിനിങ് ക്ലാസ് എല്ലാം നമ്മുടെ ഈ ഗ്രൗണ്ടിലാണ് നടത്താറ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്ന് ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇവിടെ നമ്മുടെ സ്റ്റാഫ്സും പിന്നെ സ്റ്റുഡൻസ് ഒക്കെ ഇടയ്ക്ക് വൈകിട്ട് കളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ കണ്ടിരിക്കാറുണ്ട്. അപ്പോ ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ മെയിൻ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ ഈ മെയിൻ ബിൽഡിങ്ങിലാണ് നമുക്ക് നമ്മുടെ സ്റ്റാഫ്സും കാര്യങ്ങളും ഉള്ളത്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഹിസ്റ്റോളജി ക്ലാസ്സും ക്ലിനിക്കൽ അനാട്ടമിയുടെ ഫ്യൂച്ചറിംഗ് റൂംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് കണ്ടോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീൻ ഫാക്കൽറ്റിയുടെ ചെറിയൊരു പാർട്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ സ്റ്റാഫ് റൂമും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ ആ സൈഡിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു സ്റ്റാഫ് റൂമും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റാഫ് റൂം. മറ്റേ സ്റ്റാഫ് റൂമിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റാഫ് റൂം ഇതാണ്. ഇതിന്റെ മേലെയാണ് നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം കാട്ടിത്തരാം. പിന്നെ ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ റൂംസും കമ്പ്യൂട്ടർ ലാബ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ടൈമിൽ അത് ക്ലോസ്ഡ് ആയിരിക്കും. എക്സാം ടൈമിലും പിന്നെ ക്ലാസ് ടൈമിലും ഒക്കെ ആയിരിക്കും ഓപ്പൺ. അപ്പൊ നമുക്ക് അത് അന്നൊരു ദിവസം കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബയോഫിസിക്സിന്റെ ലബോറട്ടറി ക്ലാസ് റൂംസും പിന്നെ നമ്മുടെ സയന്റിഫിക് റിസർച്ച് റൂമും പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ റൂമും. അപ്പൊ ഇവിടെ ഇപ്പം ഉസ്ബെക്കി സ്റ്റുഡൻസിന് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് ക്ലാസ്സിന്റെ അകമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഒരു ക്ലാസ്സിൽ 15 to 16, 17 സ്റ്റുഡൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതാണ് ചെറിയ ചെറിയ ക്ലാസ് റൂംസ്. വലിയ ക്ലാസ് റൂംസ് ഇവിടെ ഉണ്ട്. അവിടെയാണ് നമുക്ക് കമ്പൈൻഡ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ ഇതൊക്കെ 15 to 16 സ്റ്റുഡൻസിനുള്ള ക്ലാസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതാണ് ലെക്ചർ റൂം. കമ്പൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇവിടെയാണ് ക്ലാസ് നടക്കാം. ഓൾറെഡി ഇവിടെ ക്ലാസ് നടക്കണമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കണ്ടു നോക്കാം ക്ലാസ്. ഇനി ഇതിന് മേലെയാണ് നമുക്ക് ഹിസ്റ്റോളജി ക്ലാസ് റൂംസ് വരുന്നത്. പിന്നെ അനാട്ടമിയുടെ ക്ലിനിക്കൽ അനാട്ടമി റൂം, നിയാമത് സാറിന്റെ റൂമും പിന്നെ അത് കഴിഞ്ഞിട്ട് രോഹിത് സാറിന്റെ റൂം. രോഹിത് സാറും നിയാമത് സാറും ഇന്ത്യൻ ടീച്ചേഴ്സ് ആണ്. അതിന്റെ അപ്പുറത്തായിട്ട് നമുക്ക് ഫ്യൂച്ചറിംഗ് റൂമും ഉണ്ട്. ഇതാണ് നമ്മുടെ ഹിസ്റ്റോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇവിടെ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻസിനും ഉസ്ബെക്ക് സ്റ്റുഡൻസിനും എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെയാണ് ടീച്ചേഴ്സിന്റെ സ്റ്റാഫ് റൂംസ് ഒക്കെ ഉള്ളത്. നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇപ്പൊ നമ്മളുള്ളത് ടീച്ചേഴ്സിന്റെ സ്റ്റാഫ് റൂമിലാണ്. അപ്പോൾ ഈ ഇരിക്കുന്നത് നമ്മുടെ മാമാണ്, റോളി മാം ആണ്. ഇന്ത്യൻ ആണ് മാം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇയേഴ്സിനും പിന്നെ സെക്കൻഡ് ഇയേഴ്സിനൊക്കെ ക്ലാസ് എടുക്കാറുണ്ട് മാം. പിന്നെ ഇവിടെ ബാക്കി ടീച്ചേഴ്സും ഈ റൂമിലൊക്കെ വന്നിരിക്കാറുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്തുള്ള റൂമും സ്റ്റാഫ് റൂമാണ്. മെഡിക്കൽ ബയോളജി ക്ലാസ് റൂംസും പിന്നെ നമുക്കുള്ളത് ഹിസ്റ്റോളജിയുടെ ക്ലാസ് റൂംസ്. പിന്നെ ഹിസ്റ്റോളജിക്ക് വേണ്ടിയിട്ട് തന്നെ നമുക്ക് 2-3 ക്ലാസ് റൂംസ് ഉണ്ട്. കാരണം ഓരോരോ ഗ്രൂപ്പിന് ക്ലാസ് നടക്കുന്നത് കൊണ്ട് 2-3 ക്ലാസ് റൂംസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ കറന്റ് ഇവർക്ക് ഹിസ്റ്റോളജി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ടിലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളോട്ട് കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു ലൈബ്രറി പോലെ ഒരു ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊക്കെ കണ്ടു നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സൈഡിലും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ആയിട്ട് കുറച്ച് ഷെൽഫിൽ ബുക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്സ് സ്കിൻ ഡിസീസും പിന്നെ എന്താ മെഡിക്കൽ മൈക്രോബയോളജി ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ബുക്സ് ആണ്. കുറെ ബുക്സ് ഉണ്ട്, ഒട്ടുമിക്ക ബുക്സ് ഇവിടെ കാണും. അപ്പൊ ഇത് മൊത്തം നമുക്ക് ഇംഗ്ലീഷ് എഡിഷൻ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വന്നിട്ട് ഇടയ്ക്ക് റെഫർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ബുക്സ് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോകെമിസ്ട്രിയുടെ ലാബ്. അപ്പോൾ നമ്മുടെ ബയോകെമിസ്ട്രിയുടെ കമ്പൈൻ ക്ലാസ്സസ് ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം. അപ്പം ഇതാണ് നമ്മുടെ ബയോകെമിസ്ട്രി ലാബിന്റെ ചെറിയൊരു വ്യൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി താഴെ നമ്മുടെ ക്യാൻറ്റീനും ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റും സ്റ്റിമുലേഷൻ സെന്റർ ഒക്കെ ഉണ്ട്, അതൊക്കെ പോയി കാണാം. ഇതാണ് നമ്മുടെ കോൺഫറൻസ് ഹാള്. ഇവിടെയാണ് നമ്മുടെ മീറ്റിംഗ്സും ഹയർ അതോറിറ്റി മീറ്റിംഗ്സും പിന്നെ നമ്മുടെ ചെറിയ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു കോൺഫറൻസ് ഹാൾ നമ്മുടെ 9th ബേസിലുണ്ട്. ഈ കോൺഫറൻസ് ഹാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് ഹട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ലേഷ്യർ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഹട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതിന്റെ നേരെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ കോൺഫറൻസ് ഹാളിന്റെ നേരെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ ക്യാൻറ്റീൻ ഉള്ളത്. അപ്പൊ നമുക്ക് ക്യാൻറ്റീനിൽ കൂടി ഒന്ന് പോയിട്ട് വരാം. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. അപ്പൊ നമുക്ക് നമ്മുടെ ക്യാൻറ്റീൻ ഉൾവശമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ആണ് നമ്മൾ ഫുഡ് വാങ്ങിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് തിരിച്ച് വന്ന് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് വേണ്ട സ്പൂണും ഫോർക്കും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് നോക്കി വെക്കാം. ഇത് കട്ട്ലേറ്റ് ആണ്, കട്ട്ലേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് എന്താ ബീഫ് നൂഡിൽസ് ഉണ്ട്, പുലാഫ് ഉണ്ട്. പുലാഫ് ഉസ്ബെക്കിസ്ഥാനിലെ ഒരു മെയിൻ ഫുഡാണ്. പിന്നെ ചെറുതായിട്ട് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ റൈസും കാര്യങ്ങളും പിന്നെ ഹോട്ട് ഡോഗ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് പിന്നെ അഗെയിൻ ഉസ്ബെക്കിസ്ഥാന്റെ വേറൊരു ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് സോംസയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് നമ്മൾ ചൂടാക്കി തന്നെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവര് ഓവനിൽ വെച്ച് ചൂടാക്കി തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പേ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പേ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോയി. അപ്പൊ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ സ്പേസ് ഉണ്ട്, നമുക്ക് അത് കണ്ടു നോക്കാം. ഇതാണ് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിരുന്നാണ് കഴിക്കുന്നത്. ഇവിടെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ പോയി കഴിയുമ്പോഴേക്കും ഇവർ വന്ന് ക്ലീൻ ആക്കും. പിന്നെ ആ അറ്റത്ത് കാണുന്നതാണ് നമുക്ക് ഒരു കഫേ പോലെയാണ്. അപ്പൊ നമുക്ക് അവിടെ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ക്യാൻറ്റീനിന്റെ ഉള്ളിലുള്ളത് എന്താ വെച്ചാല് നമുക്ക് ഇച്ചിരി സ്പൈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഉള്ളിൽ എന്താ വെച്ചാൽ നമുക്ക് ജ്യൂസും മറ്റേ കൂൾ ഡ്രിങ്ക്സും പിന്നെ നമുക്ക് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അതാണത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്യാൻറ്റീന്റെ ഒരു ചെറിയ വീഡിയോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകാം. നമ്മുടെ ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ടിൽ നമ്മളിപ്പോ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാല് ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ നമുക്ക് പാത്തോളജിക്കൽ അനാട്ടമി ഡിപ്പാർട്ട്മെന്റും ജുഡീഷ്യൽ മെഡിസിനും പിന്നെ നമ്മുടെ പാത്തോളജിക്കൽ ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റ് പിന്നെ നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അനാട്ടമി സ്യൂച്ചറിംഗ് അവിടെയാണ് നമുക്ക് സ്യൂച്ചറിംഗ് റൂം. മെയിൻ ബിൽഡിംഗിൽ നമ്മൾ കണ്ടല്ലോ, അവിടെ നമുക്ക് ക്ലിനിക്കൽ അനാട്ടമി ഉണ്ട്, സ്യൂച്ചറിംഗ് റൂം ഉണ്ട്. ഇവിടെ നമുക്ക് അനാട്ടമിയുടെ ക്ലാസ് റൂംസ് ആണുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലൊന്നും പോയി നോക്കാം. അപ്പോൾ ഈ താഴത്തെ ഫ്ലോറിൽ നമുക്കുള്ളത് നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ സാർമാരും അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സും സാർമാരും ഒക്കെയാണ്. നമുക്ക് അനാട്ടമി പഠിപ്പിക്കുന്നത് നിയാമത് സാറും രോഹിത് സാറും ആണ്. നിയാമത് സാറും രോഹിത് സാറും ഇന്ത്യൻസ് ആണ്. നമ്മുടെ എക്സലൻസ് സ്റ്റുഡൻസിന്റെയും പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ ഒക്കെ ഫോട്ടോ ഇവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു അനാട്ടമി ക്ലാസ് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് നമ്മുടെ ലെക്ചർ റൂമാണ് അനാട്ടമിയുടെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് അനാട്ടമി ക്ലാസ്, ലെക്ചേഴ്സ്, കമ്പൈൻ ക്ലാസ് ഒക്കെ നടക്കുന്നത്.
ഇപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നമുക്കൊരു LED സ്ക്രീൻ ഉണ്ട്. ഇതിലാണ് നമ്മുടെ ക്ലാസ് ഒക്കെ ഇപ്പോൾ PPT പ്രസന്റേഷൻ ഒക്കെ നടക്കുമ്പോഴേക്കും ടീച്ചേഴ്സ് നമുക്ക് ഇതിൽ ഓരോന്ന് കാട്ടിത്തരും. നമ്മൾ ഇതിലാണ് കാണുന്നത്. ഇത് നമ്മുടെ ക്ലാസ് റൂമാണ്. ഇത് ഒരു അനാട്ടമി ക്ലാസ് ആണ്. ഇതാണ് നമ്മുടെ അനാട്ടമി ക്ലാസ് റൂം. ഇപ്പൊ ഉസ്ബെക്കി സ്റ്റുഡൻസിന് ക്ലാസ് നടക്കുവാണ്. ഇവിടെ നമുക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡയഗ്രാംസും കാര്യങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബോണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോന്ന് കണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ. ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ 3rd ഫ്ലോറിലാണ്. അപ്പൊ ഈ 3rd ഫ്ലോറിലാണ് നമ്മുടെ ഫിസിയോളജിയുടെ ഡിപ്പാർട്ട്മെന്റ്. ഇത് സ്റ്റാഫ് റൂമാണ്. ഇതും സ്റ്റാഫ് റൂമാണ്. ഇവിടെയാണ് നമുക്ക് കമ്പൈൻ ക്ലാസ് ഒക്കെ നടക്കുന്നത്. ഇപ്പുറത്ത് ഇതാണ് നമ്മുടെ ഫിസിയോളജിയുടെ കമ്പൈൻ ക്ലാസ് ലെക്ചർ റൂം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ പോയിട്ടുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരച്ച ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് റെഫർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വന്ന് നോക്കാം. പിന്നെ അത് നമുക്ക് അനാട്ടമി ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന പോലെ ഒരു LED സ്ക്രീനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ ക്ലാസ് നമുക്ക് ഇങ്ങനെ ഡിജിറ്റൽ ക്ലാസ് ഒക്കെ നമുക്ക് ഇതിലാണ് നടക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റിമുലേഷൻ സെന്റർ. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഇങ്ങനെ സെക്കൻഡ് ഇയറിൽ കുറച്ച് ചെറിയ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ തരുന്നത്. നമുക്ക് CPR കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും അങ്ങനെയുള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ് തരുന്നത് ഇതിന്റെ അകത്തുനിന്നാണ്. അപ്പൊ ചെറിയൊരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. നമ്മളുള്ളത് നമ്മുടെ ലബോറട്ടറിയുടെ ഫ്രണ്ടിലാണ്. ഇത് നമ്മുടെ സ്റ്റിമുലേഷൻ സെന്ററിന്റെ നേരെ ബാക്കിലായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബയോകെമിസ്ട്രിക്കും ഫിസിയോളജിക്കും ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഉൾവശം. അപ്പോൾ ഇവിടെ നമുക്ക് മൈക്രോസ്കോപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾക്കുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന് മേലെ ഫ്ലോറിലുണ്ട്. സെയിം ഇതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലബോറട്ടറി. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ മെയിൻ ക്യാമ്പസിന്റെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ നമ്മുടെ കോളേജിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് WHO NMC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കോളേജാണ്. പിന്നെ ഇവിടെ 200-ലധികം മലയാളികൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും മാനേജ്മെന്റ് സ്റ്റാഫ്സ് ആണെങ്കിലും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അത്ര മാക്സിമം അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ കോളേജ് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോളേജാണ്. പഠിത്തം മാത്രമല്ല നമ്മുടെ എന്റർടൈൻമെന്റ്സും കാര്യത്തിലാക്കുന്ന ഒരു കോളേജാണ്. പിന്നെ ഞാനിവിടെ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ഓവറോൾ ഹാപ്പിയാണ് എൻ്റെ കോളേജിൽ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ കോളേജ് തരുന്നുണ്ട്. പിന്നെ അപ്പോൾ MBBS അബ്രോഡ് പഠിക്കാൻ താല്പര്യമുള്ളവർ, പ്രത്യേകിച്ച് ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ MBBS അബ്രോഡ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.